മാർക്കോവ് ചെയ്യലിൽ തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. ഒരു KTU പ്രോബ്ലം ആണ്. KTU മെയ് 2019 ക്വസ്റ്റൻ ആണ്. 10 മാർക്ക് എന്താ ചോദിച്ച ക്വസ്റ്റൻ ആണ്. TPM തന്നിട്ടുണ്ട്, അതായത് ട്രാൻസാക്ഷൻ പ്രോബിലിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്സ് ആണ്, 0, 1, 2, 3. ഒരു 4x4 മെട്രിക്സ് ആണെന്ന് പ്രത്യേകതയാണുള്ളത്. അപ്പൊ നമുക്ക് ഈ P സ്ക്വയറും P ക്യൂബും കണ്ടുപിടിക്കുമ്പോൾ ഇത് 4x4 മെട്രിക്സ് ആണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇതുവരെ പഠിച്ച പോലെ തന്നെയാണ്. എന്ത് പറയുന്നുണ്ട്? പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I ഈക്വൽ ടു 1/3 ഇനിഷ്യൽ പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അതായത് P0 എന്താണ്? P0, P1, P2, P3 ഇതെല്ലാം 1/3 വീതമാണ്. P0 1/3, P1 1/3, P2 1/3, P4 1/3. ഇത് ഓരോന്നും കിട്ടാനുള്ള ചാൻസ് 1/3 വീതമാണ്. ഇനി എന്താണ് വേണ്ടത്? ഈ ഒന്നാമത്തെ കണ്ടുപിടിക്കാം. ഇതെന്താണ്? ഹയർ ടു ലോവർ തന്നെയാണ്, ഗിവൺ ആണ്. അപ്പൊ ആ ഇൻഡു എന്നുള്ള കണ്ടീഷൻ വേണ്ട. ഇതെന്താണ്? P12 അല്ലേ? P12 കണ്ടോ? x1 ടു x0, അതായത് x0 ടു x1 1 സ്റ്റെപ്പ് പ്രോബിലിറ്റി ആണ്. അപ്പൊ P12 എന്താണ്? P-ലെ 1, 2. ഇപ്പം 4 സ്റ്റേറ്റ്സ് ഉണ്ട്. 0, 1, 2, 3. മുകളിലും അതേപോലെ 0, 1, 2, 3. എന്താണ്? P-ലെ 1, 2, 0.8. സിമ്പിൾ അല്ലേ? P-ലെ 1, 2 ആണ്, 0.8 എന്ന് കിട്ടി. അടുത്തത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 1. അപ്പൊ ഇതെന്താണ്? ഹയർ ടു ലോവർ തന്നെയാണ്, പക്ഷെ 2 സ്റ്റെപ്പ്. x0 ൽ നിന്ന് x2ലേക്ക് 2 സ്റ്റെപ്പ്. അപ്പൊ എന്താണ്? P സ്ക്വയറിലെ എന്താണ്? 1, 3. P സ്ക്വയർ 1, 3. അപ്പൊ നമുക്കിനി P സ്ക്വയർ കണ്ടുപിടിക്കണം. P ഇൻറ്റു P ആണ് P സ്ക്വയർ. P സ്ക്വയർ കണ്ടുപിടിക്കണം, അതായത് P ഇൻറ്റു P. .04, 0.32, 0.64, 0, 0.64, 0.961, 0.32, 0.04, 0, 0.04, 0, 0, 0, 0, 0. P സ്ക്വയർ കണ്ടുപിടിച്ചാണ്. P ഇൻറ്റു P സ്ക്വയർ കണ്ടുപിടിച്ചാണ്. 4x4 മെട്രിക്സ് ആണ്. ഒന്നുകിൽ നമ്മൾ മാനുവലി ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വർക്ക് ഫെമിലിയർ ആയിരിക്കണം. കാൽക്കുലേറ്റർ ചെയ്തെടുക്കുക. അപ്പൊ P സ്ക്വയർ കിട്ടും. ഇതിൽ എന്ത് വേണം? P സ്ക്വയറിലെ 1, 3 ആണ്. ഇതില് സ്റ്റെപ്പ് 0, 1, 2, 3 ഒക്കെയാണ്. 0, 1, 2, 3. അപ്പൊ എന്താണ്? P സ്ക്വയറിലെ 1, 3. 1-ലെ 3, 0.64. ആൻസർ ആയില്ലേ? അടുത്ത് വേണ്ടത് മൂന്നാമത്തെ നോക്കി നോക്ക്. ഗിവൺ കണ്ടീഷൻ ആണ്. എല്ലാം ഗിവൺ ഒന്നും ഇല്ല, എല്ലാം കോമയാണ്. കോമ വരുമ്പോൾ എന്താണ്? x2 ആണ് ആദ്യം, അടുത്ത് x1, അടുത്ത് x0. ഹയർ ടു ലോവർ തന്നെയാണ്. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? P23, P23. അടുത്തെന്താണ്? P22. ഇനി എന്തും കൂടെ വേണം? ഈ ലാസ്റ്റ് ഉള്ളത് കൂടെ വേണ്ടേ? പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ P2. അപ്പൊ എന്ത് വരും? P23, P22, P2, P23 എന്താണ്? P സ്ക്വയറിലല്ല, P-ലെ 2, 3, 0.8. P22 എന്താണ്? 2-ലെ 2, 0.2. P2 എന്താണ്? P2 നമ്മുടെ ഇനിഷ്യൽ പ്രോബിലിറ്റിയിലുണ്ട്. P2 തന്നെ 1/3 ആണ്. ഇത് മൂന്നും കൂടെ ഇന്ത്യ നമുക്ക് കിട്ടുന്നത് 0.16/3 എന്നാണ്. അതായത് 0.0533. 0.0533. 3 പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള എന്താണ്? ഈ ലാസ്റ്റ് പാർട്ടും കൂടെ ഉള്ളു. പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3. നമ്മൾ എങ്ങനെ ചെയ്യും? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഇതൊന്നും വേണ്ടല്ലോ. ഇനി അത് ചെയ്യാനായിട്ട് നമ്മൾ 3 മെത്തേഡ് പഠിച്ചായിരുന്നു. ആദ്യം ഒരു വലിയ മെത്തേഡ് പഠിച്ചു, അടുത്തൊരു ചെറുത് പഠിച്ചു, വീണ്ടും ഒരു കുറച്ചുകൂടെ ചെറുത് പഠിച്ചു. അപ്പൊ എന്താണ്? x2 ഈക്വൽ ടു 3 എന്നല്ലേ നമ്മുടെ ഫോർമുല. എന്താണ്? നമ്മൾ നാലാമത് ചെയ്യാണ്. πn ഈക്വൽ ടു π0 ഇൻറ്റു p⁻n എന്നൊരു ഫോർമുല ഉണ്ട് അല്ലേ? ഇവിടെ എന്താണ് വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു x2 എന്താണ്? π2 ഈക്വൽ ടു π0 ഇൻറ്റു p സ്ക്വയർ എന്നല്ലേ? ഇവിടെ
ഇവിടെ x2 ഈക്വൽ ടു ആണ് വേണ്ടത്. അതുകൊണ്ട് π2 ഈക്വൽ ടു π0 ഇൻറ്റു പി സ്ക്വയർ. നമുക്ക് π0 അറിയാം. π0 എന്താണ്? 1/3 1/3 1/3 1/3 ഇനിഷ്യൽ പ്രോബിലിറ്റി അല്ല. പി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി സ്ക്വയർ ചെയ്യുക. 0.0400 0.32 0.04 00 0.64 0.32 0.04 0 0.64 0.96 1. ഈ രണ്ട് മെട്രിക്സും കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.0133 0.12 0.33 0.8666 ഇതാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താണ് കിട്ടിയത്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ആണ് നമുക്ക് വേണ്ടത്. x2 ഈക്വൽ ടു 3 വരുമ്പോൾ ആൻസർ ഏതാണ്? ഇവിടെ 4 സ്റ്റേറ്റ്സ് ആണ്. ഇത് 0യുടേത്, ഇത് 1ന്റേത്, ഇത് 2ന്റേത്, ഇത് 3യുടേത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ആകാൻ 3യുടെ ലാസ്റ്റ് വരുന്നത് 0.8666 അല്ലേ? അതായത് 0.8666. ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 1 ആണ്. x2 ഈക്വൽ ടു 0 ആണ്. ഇത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 1 ആണ്. ഇത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2. ഇത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3. നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ആണ്. അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കണ്ടോ? ഒരു 10 മാർക്ക് ക്വസ്റ്റൻ ആണ്. KT ക്വസ്റ്റൻ ആയിരുന്നു. കണ്ടോ? ഓക്കെ. വീണ്ടും ഒരു KT ക്വസ്റ്റൻ ആണ്. KTU ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. KTU മെയ് 2019 5 മാർക്ക് ക്വസ്റ്റൻ ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു മാർക്കോവ് ചെയിന്റെ TPM P തന്നിട്ടുണ്ട്. ഒരു 2/2 മെട്രിക്സ് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചെയിൻ ആണ്. സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർ limiting distribution is obtained by solving pi equal to pi p and ഇപ്പൊ ഒരു 2/2 മെട്രിക്സ് അല്ലേ? അപ്പൊ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. π1 ഉം π2. π1 പ്ലസ് π2 ഈക്വൽ ടു 1. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താണ് നമ്മൾ π1 π2 കണ്ടുപിടിക്കുന്നത്. പൈ ഈക്വൽ ടു πp എന്നറിയാം. രണ്ടും ഒരു സൈഡ് ആക്കുമ്പോൾ എന്ത് വരും? πp മൈനസ് പൈ ഈക്വൽ ടു 0 അല്ലേ? പൈ വെളിയാക്കുമ്പോൾ എന്താണ്? p മൈനസ് ഐ ഈക്വൽ ടു 0. രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കുന്നത് ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. പി മൈനസ് ഐ ട്രാൻസ്പോസ് പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്നല്ലേ? പി എന്താണ്? പി തന്നിട്ടുണ്ട് 0 1 1/2 1/2 മൈനസ് ഐ എന്താണ്? 1 0 0 1 ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. മൈനസ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എന്താണ്? പൈ ട്രാൻസ്പോസ് π1 π2 0 ട്രാൻസ്പോസ് എന്താണ്? 0 0 ഇങ്ങനെ കിട്ടും. ഇത് ആദ്യം മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 മൈനസ് 1 മൈനസ് 1. അടുത്തെന്താണ്? 1 മൈനസ് 0 1. അടുത്തെന്താണ്? 1/2 മൈനസ് 1/2. ഇതിന്റെ ട്രാൻസ്പോസ് വേണം ഇൻറ്റു π1 π2 ഈക്വൽ ടു ആണ് 0 0. ഇതിന്റെ ട്രാൻസ്പോസ് എന്താണ്? അതായത് മൈനസ് 1 1 1/2 മൈനസ് 1/2 ഇൻറ്റു π1 π2 ഈക്വൽ ടു 0 0 എന്നാണ്. ഇതൊന്ന് ഇൻറ്റു എടുക്കാം. അപ്പൊ എന്ത് വരും? ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് π1 പ്ലസ് 1/2 π2 ഈക്വൽ ടു 0 എന്നാണ്. അടുത്തത് π1 മൈനസ് 1/2 π2 ഈക്വൽ ടു 0 എന്നാണ്. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. കാരണം ഈ ഇക്വേഷന് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പൊ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. എന്താണ്? π1 ഈക്വൽ ടു π2/2 എന്നല്ലേ? അപ്പൊ 2π1 ഈക്വൽ ടു π2 എന്നല്ലേ? 2π1 ഈക്വൽ ടു π2 എന്നല്ലേ? അപ്പൊ എന്ത് പറയാം? π1/1 ഈക്വൽ ടു π2/2 എന്നല്ലേ? ഇവിടെ ഉള്ള 1 ഇവിടെ എടുത്തു. ഈ 2 താഴോട്ട് വന്നു. π2/2 ഇത് രണ്ടും ഈക്വൽ ടു k അല്ലേ? അങ്ങനെയാണെങ്കിൽ π1/1 ഈക്വൽ ടു k അല്ലേ? അതേപോലെ π2/2 ഈക്വൽ ടു k അല്ലേ?
അപ്പൊ π1 എന്താണ്? π1 k എന്ന് കിട്ടും. π2 എന്താണ്? 2k എന്നും കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഒരു റിലേഷൻ മാത്രമേ നോക്കിയുള്ളൂ. ഇനി ഇതും കൂടെ വേണം. π1 + π2 = 1 എന്നാണ്. അതും കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? വി ഹാവ് π1 + π2 = 1. അതും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് π1 + π2 = 1 ആണെന്ന് അറിയാം. π1 എന്താണ്? k ആണ്. π2 2k ആണ്. 1 എന്ന് കിട്ടും. അപ്പൊ 3k = 1 ആണ്. 3k = 1. അപ്പൊ k എന്ത് വരും? 1/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ π1 എന്താണ്? k ആണ്. 1/3. π2 എന്താണ്? 2k ആണ്. 2/3. കണ്ടോ? π1 ഉം π2 ഉം കിട്ടി. 1/3 ഉം 2/3. ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ π എന്ത് വരും? π = ഇങ്ങനെ എഴുതാം, 1/3 2/3. ഇതാണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് KTU മെയ് 2019 ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കി നമ്മൾ TPM ഫോം ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് സാധാരണ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ ഒന്നുമില്ല, ഒന്ന് വായിച്ച് നോക്കുക, സമാധാനത്തോടെ വായിച്ച് നോക്കുക. ഡാറ്റ കളക്ട് ചെയ്ത് ആദ്യം നമ്മളൊരു TPM മേക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ചെയ്യാനുള്ള പോകണം. അപ്പൊ ആദ്യം നമുക്ക് TPM മേക്ക് ചെയ്യണം. എന്താണ് പറയുന്നത്? എ ഹൗസ് വൈഫ് ബൈസ് 3 types ഓഫ് cereals A, B ആൻഡ് C. ഒരു ഹൗസ് വൈഫ് 3 types ഓഫ് cereals വാങ്ങിക്കുകയാണ്. എയും ബിയും സിയും. എയും ബിയും സിയും. നമ്മൾ എയെ 1 എന്നും ബിയെ 2 എന്നും സിയെ 3 എന്നും ഡിനോട്ട് ചെയ്യാം. നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യണത് നല്ലത്. എക്ക് 1 എന്നും ബിക്ക് 2 എന്നും സിക്ക് 3 എന്നും നമ്മൾ പറയാണ്. ഇനി എന്താണ്? ഷീ നെവർ ബൈസ് ദ സെയിം cereals ഇൻ സക്സസീവ് വീക്ക്. അടുത്തടുത്ത ഒരിക്കലും ഒരേ ബ്രാൻഡ് വാങ്ങിക്കാറില്ല. അപ്പൊ എയും ബിയും സിയും ആണ്. നമുക്ക് TPM മേക്ക് ചെയ്ത് നോക്കാം. അതായത് ABC, മുകളിലും ABC. എ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ എ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി 0 ആണ്. ബി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബി വാങ്ങിക്കില്ല, 0 ആണ്. സി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും സി വാങ്ങിക്കില്ല. അടുത്തടുത്ത ഒരേ ബ്രാൻഡ് വാങ്ങിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? എ കഴിഞ്ഞാൽ പിന്നെ ഉടനെ എ വാങ്ങിക്കില്ല, ബി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ബി വാങ്ങിക്കില്ല, സി കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിയും വാങ്ങിക്കില്ല. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 0 ആണ്. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി എന്താണ്? ഇഫ് ഷീ ബൈസ് cereal A വാങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഷീ ബൈസ് B. cereal A വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് എന്തായാലും B യെ വാങ്ങിക്കുള്ളൂ. അപ്പൊ A വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് എന്തായാലും B ആണ്, അത് ഷുവർ ആണ്. അപ്പൊ അത് 1 ആണ്. സി വാങ്ങിക്കൂല, 0 അല്ലേ? cereal A വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് B വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി 1 ആണ്. അടുത്ത് സി വാങ്ങിക്കൂല. എ കഴിഞ്ഞാൽ ഉടനെ എ വാങ്ങിക്കൂല. എ കഴിഞ്ഞാൽ സിയും വാങ്ങിക്കൂല. എ കഴിഞ്ഞാൽ ഉടനെ ബി യെ വാങ്ങിക്കുള്ളൂ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 1 ആണ്. നമുക്ക് റോ വൈസ് സം 1 ആയിരിക്കണം. ഇനി അടുത്ത് നോക്കാം. ഇഫ് ഷീ ബൈസ് ബി ഓർ സി, ബി അല്ലെങ്കിൽ സി ആദ്യം വാങ്ങിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഷീ ഈസ് 3 times ആസ് ലൈക്ലി ടു ബൈ എ ആസ് അതർ cereal. ആദ്യത്തെ ആഴ്ചയിൽ ബി അല്ലെങ്കിൽ സി വാങ്ങിക്കുകയാണെങ്കിൽ അടുത്ത് വീണ്ടും എ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി 3 times ആണ്. മറ്റേതിനേക്കാളും 3 times ഉണ്ട്. അപ്പൊ ഒരെണ്ണം 3/4 ഉം മറ്റേത് 1/3 ആയിരിക്കണ്ടേ? 3/4 ഉം 1/4 ആയിരിക്കണ്ടേ അല്ലേ? അപ്പോൾ ആദ്യം ബി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും എ വാങ്ങിക്കുള്ള പ്രോബിലിറ്റി എന്താണ്? 3/4 ആണ്. 3 times ആണ്. അപ്പൊ ബി കഴിഞ്ഞാൽ പിന്നെ സി വാങ്ങിക്കുള്ള പ്രോബിലിറ്റി 1/4 ആണ്. 1/4ന്റെ 3 times ആണ്. അതല്ലേ പറയുന്നത്? ബി വാങ്ങിച്ചാൽ ഉടനെ തന്നെ ബി വാങ്ങിക്കില്ല, അതുകൊണ്ട് 0. ബി വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത് എ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി സി വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റികളും 3 times ആണ്. അപ്പൊ ഇത് 1/4 ആണെങ്കിൽ നമുക്ക് 3/4 എന്ന് പറയാം. അതേപോലെ സി വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റിയും 3 times ആണ്. അപ്പൊ അത് 3/4 ആണ്. വീണ്ടും ബി വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? അത് 1/4 ആണ്. 1/4ന്റെ 3 times ആണ് 3/4 അല്ലേ? നമ്മൾ TPM മേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. TPM മേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ പാർട്ട് നോക്കാം. ഇൻ ദി ഫസ്റ്റ് വീക്ക് ഓഫ് മെയ്യിലെ ആദ്യത്തെ ആഴ്ചയില് ഷീ ബൈ cereal C. cereal C എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്.
ഫസ്റ്റ് വീക്ക് ആണ്. അപ്പൊ x1 ഈക്വൾ 3. സെറിൽ സി 3 ആണ്. ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് x1. സെറിൽ സി ആണ് വാങ്ങിച്ചത്, അതുകൊണ്ട് 3. അത് കണ്ടീഷനാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് കണ്ടീഷനാണ്. ഫസ്റ്റ് വീക്കിൽ സെറിൽ സി ആണ് വാങ്ങിയത്. കണ്ടോ കണ്ടീഷൻ. ഫസ്റ്റ് വീക്കിൽ, അതുകൊണ്ട് x1. സെറിൽ സി എന്ന് പറയുമ്പോൾ 3, x1 ഈക്വൾ 3. അത് കണ്ടീഷനാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻ ദി സെക്കൻഡ് വീക്ക് ഷീ ബൈസ് സി സെറിൽ എ. രണ്ടാമത്തെ ആഴ്ചയിൽ, അപ്പൊ രണ്ടാമത്തെ ആഴ്ച x2. രണ്ടാമത്തെ ആഴ്ച x2 നമ്മൾ എന്ത് വാങ്ങിക്കണം? ബൈ സെറിൽ എ ആണ് വാങ്ങിക്കേണ്ടത്. എ വാങ്ങിക്കേണ്ടത് 1 അല്ലേ? എ 1 ആണ്. കണ്ടോ, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് വീക്കിൽ സെറിൽ സി വാങ്ങിച്ചു. ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ x1, സിക്ക് 3. കണ്ടീഷനാണ് ഗിവൺ. എന്ത് വേണം? സെക്കൻഡ് വീക്കിൽ x2 സെറിൽ എ വാങ്ങിക്കണം. എ എന്താണ്? 1. ഇതെന്താണ്? ഹയർ ടു ലോവർ തന്നെയാണ്. അപ്പൊ എന്ത് വേണം? 1ൽ നിന്നും 2ലേക്ക്. അപ്പൊ എന്താണ് വേണ്ടത്? P31 അല്ലേ? P31 കണ്ടോ, നമുക്ക് വേണ്ടത് P31 ആണ്. ഇത്രയേ ഉള്ളൂ. P31 എന്താണ്? ഈ പിയിലെ തന്നെ 3യും 1ഉം. ആദ്യത്തത് 1 ആണ്, രണ്ടാമത്തെ 2 ആണ്, 3 ആണ്. 1 2 3 ഇതല്ലേ? 3 1 എന്താണ്? 3ലെ 1 3/4. 3/4 ആണ് പ്രോബിലിറ്റി. കിട്ടിയല്ലോ. നമുക്കിനി ബി പാർട്ട് നോക്കാം. ബി പാർട്ട് പറഞ്ഞ എന്താണ്? ഫസ്റ്റ് വീക്ക് സെറിൽ സി ആണ് വാങ്ങിയത്. അത് കണ്ടീഷനാണേ. അപ്പൊ ബി പാർട്ടിൽ ആദ്യം എന്ത് വേണം? രണ്ടാമത്തെ പാർട്ട് കണ്ടീഷനാണ്. ഫസ്റ്റ് വീക്കിൽ സെറിൽ 3 ആണ് വാങ്ങിയത്. ഫസ്റ്റ് വീക്ക് x1. സെറിൽ 3 എന്ന് പറഞ്ഞത്, സെറിൽ സി എന്ന് പറയുന്നത് 3. ഫസ്റ്റ് വീക്കിൽ സി ആണ് വാങ്ങിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദി തേർഡ് വീക്കിൽ മൂന്നാമത്തെ ആഴ്ച. അപ്പൊ x3. തേർഡ് വീക്ക് x3 ഷീ ബൈ സെറിൽ സി. തേർഡ് വീക്കിലും സി തന്നെ വാങ്ങിക്കണം. സി എന്താണ്? 3. കണ്ടോ, അടുത്തടുത്ത 3 വാങ്ങിക്കില്ല എന്നാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിൽ 3 വാങ്ങിച്ചു കഴിഞ്ഞാൽ തേർഡ് വീക്കിൽ വീണ്ടും 3 തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ആണ്. അതായത് ഫസ്റ്റ് വീക്കിൽ സെറിൽ സി വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേർഡ് വീക്കിൽ വീണ്ടും സെറിൽ സി തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് ഇതാണ്. ഇതെന്താണ്? x1 നിന്ന് x3ലോട്ടല്ലേ? അപ്പൊ 2 സ്റ്റെപ്പ് വന്നില്ലേ? 2 സ്റ്റെപ്പ്. പി സ്ക്വയർ എന്താണ് വേണ്ടത്? 3 3. പി സ്ക്വയർ 3 3 അല്ലേ? അപ്പൊ നമുക്ക് പി സ്ക്വയർ കണ്ടുപിടിക്കണം. പി അറിയാം, പി സ്ക്വയർ കണ്ടുപിടിക്കണം. പി സ്ക്വയർ കിട്ടുന്നത് പി ഇൻറ്റു പി ആണ്. പി സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു പി. അത് കിട്ടുന്നത് 3/4 0 1/4. 3/16 13/16 0. 3/16 3/4 1/16. പി സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? പി സ്ക്വയറിലെ 3 3 ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് 1 2 3 1 2 3 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പി സ്ക്വയറിലെ 3 3 3ലെ 3 ഇതല്ലേ? 1/16. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 1/16 എന്ന് കിട്ടി. കണ്ടോ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു, ആ TPM ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും കുട്ടികളെ കുഴപ്പിക്കുന്നത്. അടുത്ത എന്താണ്? തേർഡ് പാർട്ട്. ഇൻ ദി ലോങ് റൺ ഹൗ ഓഫൺ ഷീ ബൈ സെറിൽ ബി. ലോങ് റൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലിമിറ്റിംഗ് കണ്ടീഷനാണ്. വളരെ കാലത്തേക്ക് സെറിൽ ബി തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. വളരെ കാലത്തേക്ക് സെറിൻ ബി തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ ലിമിറ്റിംഗ് കണ്ടീഷനാണ്. അപ്പൊ എന്താണ് വേണ്ടത്? അതെങ്ങനെ കണ്ടുപിടിക്കും? പി സ്ക്വയർ നമുക്ക് വേണമായി അല്ല വേണ്ട. നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ്. മൂന്നാമത്തത് limiting distribution or steady state distribution is obtained by solving pi equal to pi p and ഇവിടെ 3 ഉണ്ടല്ലോ.
ചെയ്യേണ്ടത് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ 1 പ്ലസ് പൈ 2 പ്ലസ് പൈ 3 ഈക്വൽ ടു 1. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റിംഗ് കേസ് കിട്ടും. അതാണ് നമുക്ക് ആ മൂന്നാമത്തെ പാർട്ടിൽ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. പൈ ഈക്വൽ ടു പൈ പി എന്ന് പറയുമ്പോൾ എന്താണ്? പൈ പി ഈക്വൽ ടു പൈ. രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴേ പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0. പൈ വെളിയിലാക്കാം. ഇൻറ്റു പി മൈനസ് ഐ ഈക്വൽ ടു 0 എന്നല്ലേ? പൈ ഇൻറ്റു ഇനി എന്താണ്? രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കാം. എന്താണ് ട്രാൻസ്പോസ്? എന്ത് വരും? ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. പി മൈനസ് ഐ ട്രാൻസ്പോസ് പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്നല്ലേ? ഇതാണ്. എന്താണ് പി? ക്വസ്റ്റൻ ഉണ്ടായിരുന്നു 0 1 0 3/4 0 1/4 3/4 1/4 0 മൈനസ് ഐ എന്താണ്? 1 0 0 0 1 0 0 0 1 ഇതല്ലേ? എന്നിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് വേണം. ഇൻറ്റു പൈ ട്രാൻസ്പോസ് എന്താണ്? പൈ 1 പൈ 2 പൈ 3 ഈക്വൽ ടു 0 0 0. ഇതാണ് കിട്ടേണ്ടത് അല്ലേ? ഇതൊന്ന് മൈനസ് ചെയ്യാം. 0 മൈനസ് 1 മൈനസ് 1 1 മൈനസ് 0 0 മൈനസ് 0. അടുത്ത് 3/4 മൈനസ് 1 1/4 3/4 1/4 മൈനസ് 1. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് വേണം. ഇൻറ്റു പൈ 1 പൈ 2 പൈ 3 ഈക്വൽ ടു ആണ് നമ്മുടെ 0 0 0. ഇതിന്റെ ട്രാൻസ്പോസ് ഒക്കെ എന്ത് വരും? മൈനസ് 1 0 0. ഇത് വ്യത്യാസം വന്നു. 0 മൈനസ് 1 മൈനസ് 1. അടുത്ത് 1 മൈനസ് 0 1. അപ്പൊ മൈനസ് 1 1 0. അടുത്തത് 3/4 മൈനസ് 1 1/4. അടുത്തത് 3/4 1/4 മൈനസ് 1. ഇത്രയാണ്. ഇനി എന്താണ്? ഇൻറ്റു പൈ 1 പൈ 2 പൈ 3 പൈ 1 പൈ 2 പൈ 3 ഈക്വൽ ടു ആണ് 0 0 0. ഇതൊന്ന് മൾട്ടിപ്ലൈ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. എന്തൊക്കെയാണ് ഇക്വേഷൻ? മൈനസ് പൈ 1 പ്ലസ് 3/4 പൈ 2 പ്ലസ് 3/4 പൈ 3 ഈക്വൽ ടു 0. അതൊന്നാമത്തത്. അടുത്ത എന്താണ്? പൈ 1 മൈനസ് പൈ 2 പ്ലസ് പൈ 3/4 ഈക്വൽ ടു 0. അടുത്തത് 0 പൈ 1 പ്ലസ് 1/4 പൈ 2 മൈനസ് പൈ 3 ഈക്വൽ ടു 0. 3 ഇക്വേഷൻ ഉണ്ട്. 3ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പരസ്പര ബന്ധമില്ലാത്തതാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്യാം. നമുക്ക് ആദ്യം രണ്ടും ചൂസ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ബൈ 4 ഒക്കെ ഇല്ല. ബൈ 4 മാറ്റാൻ വേണ്ടി നമുക്ക് ഇൻറ്റു 4 ചെയ്യാം. ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് പൈ 1 മൈനസ് 4 പൈ 1 പ്ലസ് 3 പൈ 2 പ്ലസ് 3 പൈ 3 ഈക്വൽ ടു 0. കണ്ടോ? ഇൻറ്റു 4 ചെയ്തു. അടുത്ത എന്താണ്? ഇവിടെയും 4 ഇൻറ്റു ചെയ്തു. 4 പൈ 1 മൈനസ് 4 പൈ 2 പ്ലസ് പൈ 3 ഈക്വൽ ടു 0. കണ്ടോ? ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇൻറ്റു 4 ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ആ ബൈ 4 എന്നുള്ള പ്രശ്നം മാറി കിട്ടി. അതെങ്ങനെ സോൾവ് ചെയ്യും? അതായത് ആദ്യം പൈ 1 ഈക്വൽ ടു, അടുത്ത് മൈനസ് പൈ 2 ഈക്വൽ ടു, അടുത്ത് പൈ 3 ഈക്വൽ ടു എന്നാണ്. പൈ 1 ബൈ എന്താണ്? പൈ 1 എടുക്കുമ്പോഴത്തേക്ക് ബാക്കി രണ്ടും 3 4 മൈനസ് 4 1 അല്ല 3 3 മൈനസ് 4 1 ഡിറ്റർമിനന്റ് ചെയ്യും. കണ്ടോ? ആ പൈ 1നെ മാറ്റിയിട്ട് 3 3 മൈനസ് 4 1. അടുത്തത് മൈനസ് പൈ 2 ബൈ പൈ 2നെ മാറ്റിയിട്ട് മൈനസ് 4 3 മൈനസ് 4 3 4 1. അടുത്തത് പൈ 3 മാത്രം മാറ്റിയിട്ട് അടുത്തെന്താണ്? ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് മെട്രിക്സ് അല്ല.
പൈ 3 എടുക്കുമ്പോഴത്തേക്ക് -4 3 4 -4 ഇതല്ലേ -4 3 4 -4 ഇതാണ്. ഇനി എന്ത് വരും? പൈ 1 ബൈ ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് 3 + 12 15 ഈക്വൽ ടു -പൈ 2 ബൈ -4 -12 -16 ഈക്വൽ ടു പൈ 3 ബൈ 16 -12 4. ഇത് മൂന്നും ഈക്വൽ ടു കെ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓരോന്നും ഈക്വൽ ടു കെ അല്ലേ? പൈ 1 ഈക്വൽ ടു എന്താണ്? 15 കെ എന്ന് കിട്ടും. മൈനസ് മൈനസ് കെട്ടി കളയാം. പൈ 2 ഈക്വൽ ടു 16 കെ എന്ന് കിട്ടും. പൈ 3 ഈക്വൽ ടു 4 കെ എന്ന് കിട്ടും. ഇത് ഓരോന്നും കെക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി എന്താണ്? വീണ്ടും റിലേഷൻ ഉണ്ട്. ഇതും കൂടെ ആഡ് ചെയ്ത് ചേർക്കണം. പൈ 1 + പൈ 2 + പൈ 3 ഈക്വൽ ടു 1. ഇതും കൂടെ കൊടുക്കുമ്പോൾ എന്ത് വരും? We have പൈ 1 + പൈ 2 + പൈ 3 ഈക്വൽ ടു 1 എന്നാണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 15k + 16k + 4k ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ എന്താണ്? 35k ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ k എന്ത് വരും? 1/35 എന്ന് വരും. kക്ക് വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ പൈ 1 എന്താണ്? 15/35 അല്ലേ? പൈ 2 എന്താണ്? 16/35 അല്ലേ? പൈ 3 എന്താണ്? 4/35 അല്ലേ? അപ്പൊ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൈ എങ്ങനെ എഴുതാം? പൈ ഈക്വൽ ടു 15/35 16/35 4/35. അപ്പൊ ലിമിറ്റിംഗ് കേസ് കിട്ടിയതേ ഉള്ളൂ. ഇനി എന്താണ് വേണ്ടത്? ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ലോങ് റണ്ണില് സെറിൽ ബി തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പൊ ലോങ് റണ്ണിലെ കാര്യം കിട്ടി. ലോങ് റണ്ണില് സെറിൽ എ തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ആണ് ഇത്. സെറിൽ ബി വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ഇതാണ്. സി വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി ഇതാണ്. ആദ്യത്തത് എയുടേതാണ്, രണ്ടാമത്തത് ബിയുടേത്, മൂന്നാമത്തത് സിയുടേത്. അപ്പൊ എന്താണ്? ഇൻ ദി ലോങ് റൺ ദ പ്രോബിലിറ്റി ഓഫ് ബൈയിങ് സെറിൽ ബി ഈസ് 16/35. Probability of buying B in the long run equal to 16/35 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ലോങ് റണ്ണിൽ സി തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 4/35 ആണ്. ലോങ് റണ്ണിലെ ഈ എ തന്നെ വാങ്ങിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 15/35 ആണ്. കണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആയി കിട്ടും. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. KTUവിന്റെ ഡിസംബർ 2019 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു വേർഡ് പ്രോബ്ലം ആണ്. വായിച്ചു നോക്കി ആദ്യം TPM ഫോം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണ് പറയുന്നത്? എ ഗാംബ്ലർ ഹാസ്. ഗാംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചൂതാട്ടക്കാരന്റെ കയ്യിൽ 2 rupees ഉണ്ട്, 2 rupees ഉണ്ട്. ഹി പ്ലേസ് എ ബെറ്റിംഗ് ഗെയിം. അയാൾ ഒരു ബെറ്റിംഗ് ഗെയിം കളിക്കുകയാണ്. Where he wins ₹1 if a tail shows up. അപ്പൊ ഹെഡും ടെയിലും വരുന്ന കാര്യമാണ്. ടെയില് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ₹1 കിട്ടും. ഹെഡ് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ₹1 പോകും, നഷ്ടപ്പെടും. അപ്പൊ ടെയില് കിട്ടുകയാണെങ്കിൽ ₹1 കിട്ടും, ഹെഡ് കിട്ടുകയാണെങ്കിൽ ₹1 നഷ്ടപ്പെടും. If a head shows up in the tossing of the fair coin. ഇനി എന്താണ്? He stops playing this game if he wins ₹2 or loses ₹2. അപ്പൊ അയാളുടെ കയ്യിൽ ₹2 ഉള്ളത്. അപ്പം വീണ്ടും ഒരു ₹2 കിട്ടിയാലോ അല്ലെങ്കിൽ ₹2 നഷ്ടപ്പെട്ടാലോ ഇയാൾ ഗെയിം അവസാനിപ്പിക്കും. അപ്പൊ ₹2 കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ₹2 കിട്ടാം. അപ്പൊ 4 ആകാം, ₹4 ആകാം, അല്ലെങ്കിൽ എന്താണ്? ₹2 നഷ്ടപ്പെടാം, 0 ആകാം. ഇനി എന്താണ്? നമുക്ക് TPM കണ്ടുപിടിക്കണം. ഈ TPMൽ എത്ര ഇത് വരും? അതായത് TPM കണ്ടുപിടിക്കാനേ നമ്മള് അയാളുടെ കയ്യിൽ ₹2 ഉണ്ട്, ₹2 ഉണ്ട്, ₹3 ആകാം, ₹4 ആകാം, അതേപോലെ കുറഞ്ഞു 1 ആകാം, 0 ആകാം. ഇത്രയും വരുന്നില്ലേ? 5 സ്റ്റേറ്റ്സിലെ 0 1 2 3 4 ₹2 ഉണ്ടായിരുന്നു. അത് 0 1 ആകാം, 0 ആകാം, അതേപോലെ 3 ആകാം, 4 ആകാം. അപ്പൊ 5 സ്റ്റേറ്റ്സ് വരുന്നുണ്ടേ. അപ്പൊ ഇവിടെയും അതേപോലെ 0 1 2 3 4 5 സ്റ്റേറ്റ്സ്. അപ്പൊ ഒരു 5/5 മെട്രിക്സ് ആണ് വേണ്ടത്.
ഇതെങ്ങനെ കണ്ടുപിടിക്കും? 2 രൂപ കയ്യിലുണ്ട്. അയാൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് 1 രൂപ കിട്ടും. അല്ല, ടെയില് കിട്ടുകയാണെങ്കിൽ 1 രൂപ കിട്ടും, ഹെഡ് കിട്ടുകയാണെങ്കിൽ 1 രൂപ നഷ്ടപ്പെടാം. അപ്പൊ എന്തൊക്കെയാണ് ചാൻസ്? ഒന്നുകിൽ 1 രൂപ കിട്ടാം, അല്ലെങ്കിൽ 1 രൂപ പോകാം. അപ്പൊ അയാൾക്ക് 2 ചാൻസ് ഉള്ളത്. 2 രൂപ ഉണ്ടായിരുന്നു, ഒന്നുകിൽ 1 രൂപ കിട്ടാം, അതായത് 3 രൂപ ആകാം, അല്ലെങ്കിൽ 1 രൂപ ആകാം. അല്ലേ? രണ്ടും ഈക്വൽ പ്രോബിലിറ്റി അല്ലേ? 1/2 1/2 അല്ലേ? അപ്പൊ 2ൽ നിന്നും 1 ആകാം, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 1/2. 2ൽ നിന്നും 3 ആകാം, അതിന്റെ പ്രോബിലിറ്റി 1/2. ബാക്കിയെല്ലാം 0 ആണ്. കണ്ടോ? 2 ഉണ്ടായിരുന്നു, 1 രൂപ നഷ്ടപ്പെടാം, അതായത് 1/2 പ്രോബിലിറ്റി. 1 രൂപ കൂടെ കിട്ടാം, വീണ്ടും 1/2 പ്രോബിലിറ്റി, അതായത് 2ൽ നിന്നും 1 ആകാം, അല്ലെങ്കിൽ 3 ആകാം. ഇനി 3 രൂപ ഉണ്ടെങ്കിലോ? 3 രൂപ ഉണ്ടെങ്കിൽ അത് ചിലപ്പം 2 രൂപയാകാം, 4 രൂപയാകാം. അല്ലേ? 1 രൂപ കൂടെ കിട്ടാം, അല്ലെങ്കിൽ 1 രൂപ പോകാം. വീണ്ടും ചാൻസ് അതല്ലേ? അപ്പൊ 3ൽ നിന്നും 0 ആകുന്നില്ല, 3ൽ നിന്നും 1 ആകുന്നില്ല, 3ൽ നിന്നും 2 ആകാം, അല്ലെങ്കിൽ 3ൽ നിന്നും 4 ആകാം. പ്രോബിലിറ്റി 1/2 1/2 ആണ്. അപ്പൊ 1 കുറയാം, അല്ലെങ്കിൽ 1 കൂടാം. 3ൽ നിന്ന് 1 കുറയുമ്പോൾ 2, 1 കൂടുമ്പോൾ 4. അപ്പൊ 2 ആകാനുള്ള പ്രോബിലിറ്റി 1/2, 4 ആകാനുള്ള പ്രോബിലിറ്റി 1/2. ഇടയ്ക്ക് എന്താണ് വരുന്നത്? 0 ആണ്. അപ്പൊ ബാക്കിയെല്ലാം 0. ഒരു TPM ഫോം ചെയ്യുമ്പോഴത്തേക്ക് റോ വൈസ് സം 1 ആയിരിക്കും. അത് ശ്രദ്ധിച്ചോളണം. ഇനി 4 രൂപ ഉണ്ടെങ്കിൽ എന്താണ്? 4 രൂപ ഉണ്ടെങ്കിൽ പിന്നെ കളിയില്ലെന്നാണ്. 4 ഉണ്ടെങ്കിൽ പിന്നെ കളിക്കുന്നില്ല. അപ്പൊ നഷ്ടമില്ല, ലാഭമില്ല. 4 ഉണ്ടെങ്കിൽ 4 രൂപ ഉണ്ട്. അപ്പൊ 4 4 അതല്ലേ? 1 അല്ലേ? ബാക്കിയെല്ലാം 0 അല്ലേ? 4 ആണെങ്കിൽ കളി കഴിയും. 4 രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ കളിയില്ല. അപ്പൊ 4 4ആയിട്ട് നിൽക്കും, അതിന് കുറവൊന്നും വരുന്നില്ല. അപ്പൊ എന്താണ്? 4 4 വരുന്നത് 1 ആണ്. അതേപോലെ എന്താണ് പറയുന്നത്? ഇനി 1 രൂപയുടെ കാര്യം നോക്കാം. 1 രൂപ എന്തൊക്കെയാകാം? 0 ആകാം, 2 ആകാം. 0 ആവാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, 2 ആവാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ബാക്കി എന്താണ്? എല്ലാം 0 0 0 ആണ്. ഇനി എന്തും കൂടെ വേണം? ആ 0യുടെ കാര്യം കൂടെ വേണം. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് മുകളിലോട്ട് എഴുതാം. 0 1 2 3 4. 0 ആണെങ്കിൽ എന്താണ്? പിന്നെ കളിയില്ലെന്നല്ലേ? പിന്നെ കളിക്കുന്നില്ല. അപ്പൊ എന്താണ്? 0 0 തന്നെയാണ്. അത് 1, ബാക്കിയെല്ലാം 0. കണ്ടോ? അപ്പൊ ഒരു 5/5 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ TPM ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ശ്രദ്ധിച്ച് TPM ഫോം ചെയ്യുക. ഇനി എന്താണ് പറയുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻ. TPM നമ്മൾ ഫോം ചെയ്തു. രണ്ടാമത് നോക്ക്. ദി പ്രോബിലിറ്റി ദാറ്റ് ദ ഗാംബ്ലർ ലോസ്റ്റ് ഹിസ് മണി അറ്റ് ദി എൻഡ് ഓഫ് 2 plays. 2 കളി കഴിയുമ്പോഴത്തേക്ക് അയാളുടെ മണി എല്ലാം ലോസ്റ്റ് ചെയ്യണം. 2 കളി, അതായത് x2. രണ്ടാമത്തേത് പ്രോബിലിറ്റി ഓഫ് x2. 2 കളി കഴിയുമ്പോഴത്തേക്ക് 0 rupees ആകണം, അയാളുടെ മണി എല്ലാം ലോസ്റ്റ് ആവണം. അതിന്റെ പ്രോബിലിറ്റി ആണ്. 2 കളി x2 ഈക്വൽ ടു 0 ആകണം. ഈ x2 ഈക്വൽ ടു 0 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? 0 വരാനുള്ള ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ പോലെ. അപ്പൊ എന്താണ് നമുക്ക് അറിയാന്നുള്ളത്? നമുക്ക് പൈ n ഈക്വൽ ടു π0 ഇൻറ്റു p⁻n എന്നറിയാം. അപ്പൊ 2 ആണ് വേണ്ടത്. അപ്പൊ π2 ഈക്വൽ ടു എന്ത് വരും? π0 ഇൻറ്റു p² അല്ലേ? ഇതിൽ കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് p² വേണം. p² എന്താണ്? നമുക്ക് p ഇൻറ്റു p² കണ്ടുപിടിച്ചെടുക്കണം. p ഇൻറ്റു p². വീണ്ടും ഒരു 5/5 മെട്രിക്സ് ആണ്. മാനുവലി ചെയ്താലേ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ p² കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 1 0 0 0, ഒരു 0 കൂടെ ഉണ്ട്. 1/2 1/4 0 1/4 0. അടുത്തത് 1/4 0 1/2 0 1/4 0 1/4 0 1/4 1/2 0 0 0 0 1. കണ്ടോ? നമ്മൾ p² എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? π0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? ഇനിഷ്യലി 2 രൂപ കയ്യിലുണ്ട്. ഇനിഷ്യലി 2 രൂപ കയ്യിലുണ്ട്, അതല്ലേ? അപ്പൊ π0 എന്താണ്? π0 നമ്മൾ എഴുതിയില്ല. π0 എന്താണ്? 2 രൂപ കയ്യിലുള്ള കാര്യമാണ്. അപ്പൊ 0 അത്
1-ൻ്റെത് 2-ൻ്റെത് 3-യുടേത് 4-ൻ്റെത് ഇതല്ലേ. അപ്പൊ ഇനിഷ്യലി 2 രൂപയുണ്ട്, ബാക്കിയൊക്കെ 0 അല്ലേ. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. ഇനിഷ്യലി 2 രൂപ കയ്യിലുണ്ട്. അപ്പൊ 2ന്റെ ഭാഗത്ത് മാത്രം 1, ബാക്കിയെല്ലാം 0 ഇൻറ്റു ആ പി സ്ക്വയർ കൂടെ ഇൻറ്റു ചെയ്യാം. പി സ്ക്വയർ ഇവിടെ വീണ്ടും എഴുതുക. ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/4 0 1/2 0 1/4 ഇതാണ് കിട്ടുന്നത്. 1/4 0 1/2 0 1/4. അപ്പൊ ഇതെന്താണ്? ആദ്യത്തത് 0യുടേതാണ്, രണ്ടാമത്തത് 1-ൻ്റെത്, അടുത്ത 2-ൻ്റെത് 3-യുടേത് 4-ൻ്റെത് അല്ലേ. ഇപ്പൊ TPM മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. TPM കിട്ടിയപ്പോൾ 5/5 മെട്രിക്സ് ആയിരുന്നു. അപ്പൊ എന്താണ് വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x2 അതായത് π to 0 വരെയുള്ള പ്രോബിലിറ്റി ഏതാണ്? ഇതല്ലേ ആദ്യത്തെ അല്ലേ, 1/4 അല്ലേ. അപ്പൊ 1/4 ആണ് ആൻസർ. ഇത് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ല ചെയ്യുന്നത്. പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 0 അതാണ് 1/4 എന്ന് കിട്ടി. ഈ മൂന്നാമത്തെ എന്താണ്? The probability that the gambler ends the game in 2 plays. 2 കളി കഴിയുമ്പോഴത്തേക്ക് ഗാംബ്ലർ ഈ പ്ലേ എൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? 2 ഗെയിം കഴിയുമ്പോഴത്തേക്ക്. അതായത് the probability that gambler ends the game in 2 plays. 2 കളി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ കളി അവസാനിപ്പിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. കളി അവസാനിപ്പിക്കണമെങ്കിൽ 2 കണ്ടീഷനേ ഉള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒന്നുകിൽ 2 രൂപ കിട്ടണം, അല്ലെങ്കിൽ 2 രൂപയും പോണം അല്ലേ. ഇപ്പൊ 2 കളി കഴിയുമ്പോൾ അതായത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു ഒന്നുകിൽ 0 റുപ്പീസ് ആകണം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 4 ആകണം അല്ലേ. 2 രൂപ ഉണ്ടായിരുന്നു, അപ്പൊ 2 രൂപ കിട്ടണം, അല്ലെങ്കിൽ 2 രൂപ പോണം. രണ്ടാമത്തെ കളി 2 plays, അതുകൊണ്ടതാണ് x2 പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 0 ആകണം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 4 ആകണം. x2 ഈക്വൽ ടു 0 എന്താണ്? ഇതല്ലേ 1/4. x2 ഈക്വൽ ടു 4 എന്താണ്? അതും 1/4. അപ്പൊ എന്ത് വരും? 1/2 എന്ന് കിട്ടും. ആൻസർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.